കാറ്റില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. പിന്നെ പടിഞ്ഞാറിന് കരയിട്ട് വരുന്ന കാറ്റാണ് കുറിഞ്ചിറക്കാറ്റ്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ തുഴന്നു പോയി ആ ഒരു മത്സ്യം പിടിച്ചാണ് നമ്മളെ ആ കാലത്തൊക്കെ വളർത്തിയത്. ഇല്ല, ഇന്നത്തെ എല്ലാം കളവാ. നമുക്ക് ഇന്ന് കിട്ടുന്നത് നമ്മൾ പിടിക്കുന്ന മത്സ്യം ഈ കാണുന്നില്ലേ, നമ്മൾ ഈ പിടിക്കുന്ന മത്സ്യവും. ചേട്ടാ, രാത്രി കാലങ്ങളിലൊക്കെ മത്സ്യബന്ധനത്തിന് പോകുമ്പോ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ആ ഒരു സമയത്ത് വരുന്നത്? ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ പകൽ ഉപയോഗിക്കുന്ന കണക്ക് തന്നെ രാത്രി. കാര്യം എന്ന് വെച്ചാൽ ഈ കാറ്റില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല. നമുക്ക് എല്ലാത്തിനും കടൽ മത്സ്യത്തൊഴിലാളിക്ക് പ്രശ്നം എന്ന് പറയുന്നത് കാറ്റാണ്. ഈ കാറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ഏതൊരു പ്രശ്നമില്ല. നമുക്കറിയാം, ഇന്ന് മേഘങ്ങൾ വരുമ്പോൾ ഇപ്പൊ ഇതിനെ കരക്കാറ്റെന്ന് പറയും. കരയിന് പടിഞ്ഞാറോട്ട് വന്ന കാറ്റിനെ നമ്മൾ കരക്കോട എന്ന് പറയും, കരക്കാറ്റെന്ന് പറയും. പിന്നെ പടിഞ്ഞാറിന് കരയിട്ട് വരുന്ന കാറ്റാണ് കുറിഞ്ചിറക്കാറ്റ്. പിന്നെ വാടക്കൊണ്ടൽ എന്ന് പറയും, കച്ചാൻ കൊണ്ടൽ എന്ന് പറയും. ഇങ്ങനെ കാറ്റിന് പല ഐറ്റം പേരുണ്ട്. എവിടെ നിന്നാണ് കാറ്റ് വീശുന്നത് അത് നമ്മൾ ഇന്ന് സംസാരിക്കുന്ന കാട്ടി പണ്ടുള്ള അപ്പച്ചന്മാരൊക്കെ അത് കറക്റ്റായിട്ട് പറയും. അങ്ങനെയൊക്കെയാണ് അവർ നമ്മളെയൊക്കെ വളർത്തിയത്. കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്നൊക്കെ തുഴന്നു പോയി ആ ഒരു മത്സ്യം പിടിച്ചാണ് നമ്മളെയൊക്കെ ആ കാലത്തൊക്കെ വളർത്തിയത്. അതിനൊക്കെ അവരെ സമ്മതിച്ചു കൊടുക്കണം. പിന്നെ ഇന്ന് വേറെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ കണക്ക് പോലെ ഇന്ന് അമ്മയും അച്ഛനെയും ബഹുമാനിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ബഹുമാനിക്കുന്നവരും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ പറയുക, ഭൂമിയിൽ കാണപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് നമ്മുടെ പ്രസവിച്ച് വളർത്തുന്നത് അമ്മയും അച്ഛനുമാണ്. നമ്മൾ ദൈവത്തെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ദൈവത്തെ ആർക്കും കാണാൻ സാധ്യമല്ല. കാണപ്പെടുന്ന ദൈവം എന്ന് പറയുന്നത് അമ്മയും അച്ഛനുമാണ്. അപ്പം പണ്ടുള്ളവരൊക്കെ അത്രയും ബഹുമാനത്തോടെ കാരണം ഇന്ന് നമുക്ക് ഇത് തന്നെ നമുക്ക് പറയാം. കാര്യം എന്ന് വെച്ചാൽ പണ്ട് നമ്മുടെ അമ്മയുടെ സഹോദരന്മാർ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന മുണ്ടിങ്ങനെ അഴിച്ചിട്ടിട്ട് നമ്മളിങ്ങനെ മുഖം തിരിഞ്ഞാൽ പോകുന്നത്. ഇന്നുള്ള കുട്ടികൾ എങ്ങനെയാണെന്നറിയാം, അവരുടെ അവരുടെ സ്വന്തം അമ്മാവൻ്റെ വെട്ടത്ത് തന്നെ അവർ വലിച്ച് നടക്കുന്നത്. എന്തുകൊണ്ടാണ്? കാലം മാറി. കാര്യം എന്ന് വെച്ചാൽ പണ്ടുള്ള അമ്മയെ വെച്ചാൽ ഞങ്ങളുടെ പപ്പ ജോലിക്ക് പോകുന്ന സമയത്ത് ഞങ്ങളുടെ അമ്മ കല്ലിലിട്ട് ചോറ് അരച്ച് തരും. ചോറ് നമ്മളിപ്പോൾ ഇന്ന് കഴിക്കുന്നില്ല, ചോറ് അത് ഈ ചമ്മന്തി അരയ്ക്കുന്ന കല്ലിലിട്ട് ചോറ് അരച്ച് എന്നിട്ട് ഓരോ ഉണ്ട ചോറ് ഞങ്ങൾക്ക് തരും, ഞങ്ങളുടെ മക്കൾക്ക്. അപ്പോൾ ഈ പണ്ടുള്ള അമ്മമാരൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ മക്കളെ കൂടുതൽ വളർത്തുന്നത്. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഒരു പീസ് കരിപ്പട്ടി, ഒരു ഗ്ലാസ് കഞ്ഞോളം. നമ്മളിപ്പോൾ ഇന്ന് ഒരു കാലി ചായ കുടിക്കുന്നതിന് പകരം തരുന്നത് ഒരു ഗ്ലാസ് കഞ്ഞോളം ഒരു പീസ് കരിപ്പട്ടിയും തരും, അത് രാവിലെ. അപ്പോൾ അന്നത്തെ ആഹാരത്തിൻ്റെ എന്ന് പറയുന്നത് പ്രത്യേക ഒരു ഇതുണ്ട്. ഇന്ന് കഴിയില്ല, ഇന്നത്തെ എല്ലാം കളവാ. നമുക്ക് ഇന്ന് കിട്ടുന്നത് നമ്മൾ പിടിക്കുന്ന മത്സ്യം ഈ കാണുന്നില്ലേ, നമ്മൾ ഈ പിടിക്കുന്ന മത്സ്യവും നമ്മുടെ തെങ്ങിലെ കരുക്കും മാത്രമാണ് നമുക്ക് ഉപയോഗമുള്ളത് നമ്മുടെ ഇതിൽ. പിന്നെ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്ന ചെടികളൊക്കെ നമുക്ക് എന്തെങ്കിലും വെച്ച് പിടിപ്പിച്ച് നമുക്ക് കഴിക്കാം.